സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം തുടരുകയാണ്. ഒരാൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ്പ രോഗബാധിതന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ്. അനീഷ്, സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം വലിയൊരു ഭീഷണിയായി തുടരുകയാണ്. ഷിഗല്ല ഒരാൾക്ക് കൂടി സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ എത്ര പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് നിലവിലെ അവസ്ഥ? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഈ നിപ്പ ബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ യാതൊരു പുരോഗതിയില്ല. ഇപ്പോഴും അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. ഇക്കഴിഞ്ഞ 10-ാം തീയതിയാണ് അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതേസമയം പുതിയ നിപ്പ കേസുകളോ സമ്പർക്ക പട്ടികയിൽ പുതിയ ആളുകളോ ഉൾപ്പെട്ടിട്ടില്ല. അതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ 93 പേരാണ് ഉള്ളത്. ഇതിൽ 4 പേർ ഹയസ്റ്റ് റിസ്കിലും 14 പേർ ഹൈ റിസ്കിലും 75 പേർ ലോ റിസ്കിലുമാണ് ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഈ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കിയിരുന്നു. രോഗലക്ഷണങ്ങൾ കാണാത്തതിനെ തുടർന്നാണ് അവരെ 11 പേരെയും കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയിരുന്നത്. നിലവിൽ ഈ 93 പേരും ഹോം ക്വാറന്റൈനാണുള്ളത്. ഈ കൺട്രോൾ റൂമിൽ നിന്ന് ദിവസേന 2 പ്രാവശ്യം വിളിച്ച് ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതേസമയം ഈ നിപ്പയുടെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തത് ആരോഗ്യവകുപ്പിന് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം ഈ രോഗവ്യാപനം ഇല്ലാത്തതിൽ വലിയ ഒരു ആശ്വാസവും ഇതോടൊപ്പം തന്നെയുണ്ട്. അതേസമയം ഈ സംസ്ഥാനത്ത് ആശങ്കയുയർത്തി ഷിഗല്ല രോഗബാധ വ്യാപിക്കുകയാണ്. ഇന്നലെ സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ഈ പുതിയ കേസും കൂടെ റിപ്പോർട്ട് ചെയ്തതോടെ ഈ വർഷം ആകെ സംസ്ഥാനത്ത് 242 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ജൂണിലാണ് ഏറ്റവും കൂടുതൽ ഈ രോഗബാധ വർദ്ധിച്ചിരിക്കുന്നത്. ഈ ജൂണിൽ മാത്രം 166 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ജില്ലയിൽ 58 പേർക്ക് ഇതുവരെ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രവിത, ഉന്മേഷ്. അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.